الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولقد جئتمونا فرادا كما خلقناكم أول مرة സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ശാശ്വതനല്ല, ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകേണ്ടവനാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. വിചാരണയുടെ ലോകത്ത് മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ, യൗമുൽ ഹിസാബിന്റെ ലോകത്ത് മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ, ആരും കൂട്ടിനില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകത്തെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അന്ന് എല്ലാവരും ഒറ്റക്കാണ്. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കുടുംബങ്ങളുണ്ട്, എല്ലാവരും പരലോകത്തുണ്ട്. പക്ഷേ ആരും പരസ്പരം സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ലോകം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് നമ്മളെ പഠിപ്പിച്ച ഭാഗം നമുക്ക് കാണാം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ലോകമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടെ, സമാധാനമുള്ള കൽബോടെ, പാപത്തിന്റെ കറകളില്ലാത്ത ഹൃദയത്തോടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്കാണ് അന്നത്തെ ദിവസം വിജയമുള്ളത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാചകങ്ങൾ തുടർന്ന് നമുക്ക് കാണാം. ആ പരലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിടത്ത് അവിടെ മാതാവുണ്ട് എന്ന് അല്ലാഹു പറയുന്നു, പിതാവുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. പക്ഷെ ആരെയും വേണ്ട എന്ന് നിഷേധിച്ചു തള്ളി, ആരെയും വേണ്ട, എനിക്ക് എന്റെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്തുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു ലോകമാണ് പരലോകം. അന്ന് വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ഒറ്റക്കൊറ്റക്ക് മനുഷ്യന്മാർ വരും. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം വിശദീകരിച്ചു തന്ന വാചകങ്ങൾ നമുക്ക് കാണാം. അന്ന് ഉറാത്തൻ ഉഫാത്തൻ ഉർല, വസ്ത്രം ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, അതേ നഗ്നപാതരായി ഒക്കെ മനുഷ്യന്മാർ വരുന്നൊരു ലോകമാണ് പരലോകം. അന്ന് നീതിയുടെ ലോകമാണ്. അനീതി, ഒരു തരിമ്പ് പോലും അനീതി കാണിക്കാത്തൊരു ലോകം. ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളും അല്ലാഹു വ്യക്തമായ രൂപത്തിൽ അതിന് വിധികൾ നിശ്ചയിച്ച് അതിനുള്ള ശിക്ഷ വിധിക്കുന്ന ലോകം. ഒരു കടുകുമണിയുടെ അളവിൽ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ അതിൽ നിന്നൊരു തരിമ്പ് പോലും ഒഴിവാക്കാതെ വ്യക്തമായ നിലക്ക് അതിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം. അതാണ് പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയം. പ്രിയമുള്ളവരെ, ആ ഒരു പരലോകത്ത്, ആ ഒരു വിചാരണയുടെ ലോകത്ത് ചില മനുഷ്യന്മാർ അന്നത്തെ ദിവസം നിന്ദത അനുഭവിക്കുന്ന ആളുകളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ വളരെ ഗൗരവമായ ചില വിഭാഗക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ തിരുത്തേണ്ട, നാം നന്നാക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് കാണാം. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി ഇവിടെ ജീവിക്കുന്ന 60-70 കൊല്ലക്കാലത്തിനു ശേഷം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് മയ്യത്ത് കെട്ടിലാകുന്ന വാഹനത്തിൽ നമ്മളെയും ചുമന്നു കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് ബർസഖിയായ ലോകം കഴിഞ്ഞ് ഈ ലോകത്തിന്റെ ഒരു അവസാനം വരാനുണ്ടെന്ന ഖുർആനിന്റെ വ്യക്തമായ വിവരണം, ആ അവസാനം കഴിഞ്ഞ് വിചാരണയുടെ ലോകമെത്തുമ്പോ അവിടെ നിന്ദ്യത അനുഭവിക്കുന്ന വിഭാഗക്കാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, പരലോകത്ത് നിന്ദിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ വിവരിച്ച ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളാണ്. ഭൂമിയിൽ സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, തന്റെ ഭംഗി കൊണ്ട്, തന്റെ അധികാരം കൊണ്ട് ഒക്കെ അഹങ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു തന്ന നിഅമത്തുകളെ അഹങ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാം. നോക്കൂ നിങ്ങൾ, ബത്തറുൽ ഹഖ് വ ഗംതുൻ നാസ്, ജനങ്ങളെ ചെറുതായി കാണുന്ന സ്വഭാവം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരത്തിന്റെ യഥാർത്ഥ രൂപത്തെ പറയാണ്, മനുഷ്യരെ അവഗണിക്കലാണ് അഹങ്കാരം. മനുഷ്യനോട് ഒരു പുച്ഛ മനോഭാവം കാണിക്കുന്ന സ്വഭാവം. എല്ലാം ഞാൻ തികഞ്ഞവനാണെന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകൾ. യാഥാർത്ഥ്യത്തെ ധിക്കരിക്കലും അഹങ്കാരത്തിന്റെ ഗുണത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു കാര്യം, ഒരാൾ ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ ആ നന്മ ഇന്നെക്കാളും വലിയൊരു അറിവുള്ളവന് യാകണ്ട എന്നുള്ള മട്ടിൽ നന്മയെ നിഷേധിക്കുന്ന, നന്മയെ തള്ളിപ്പറയുന്ന പ്രവണത കാണിക്കുന്ന അഹങ്കാരികൾ തന്റെ കീഴിലുള്ളവരെയും തന്റെ കൂടെയുള്ളവരെയും ഒക്കെ പുച്ഛ മനോഭാവത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കാരികൾ എന്ന് വിളിച്ചത്. അത്തരം അഹങ്കാരികളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെടുത്ത് കാണാം. പരിശുദ്ധ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അൻ ഇബ്നു ഉമർ മഹാനായ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല الذري في صور الرجال يعشوهم الذل من كل مكان. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ്. അഹങ്കാരികളെ അന്ത്യനാളിൽ മനുഷ്യരുടെ രൂപത്തിലും ഉറുമ്പിന്റെ വലുപ്പത്തിലുമായി അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ ഈ ഭൂമിയിൽ അഹങ്കരിച്ചു നടന്ന മനുഷ്യന്മാർ വരുന്ന രൂപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അംസാലൽ ദർ, അതെ, അവർ വരുന്ന രൂപം പറഞ്ഞത് അവർ ഉറുമ്പിന്റെ, മനുഷ്യരുടെ രൂപത്തിലാണ് അവർ വരുന്നത്. അതെ, സുവരിൽ റിജാൽ, രൂപം മനുഷ്യന്റേതാണ്, പക്ഷേ അയാളുടെ വലുപ്പത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്
അതെ, അയാളുടെ വലിപ്പം ഉറുമ്പിന്റെ വലിപ്പമാണ്. അത്ര മനുഷ്യൻ നിസ്സാരനാണെന്ന് ബോധ്യപ്പെടുത്തി അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്നൊരു വിഭാഗം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മനുഷ്യന്മാർ എല്ലാ നാനാഭാഗത്തു നിന്നും നിന്ദ്യത അവരെ പൊതിയും. പരലോകത്ത് നിന്ദ്യത ആ മനുഷ്യന്മാരെ പൊതിയുന്ന ലോകമാണെന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരികൾക്ക് പറഞ്ഞ വിധിയാണത്. അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ദ്യത അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർ അഹങ്കാരികളാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ വിനയാന്വിതരാവണം. ഇൽമ് വർദ്ധിക്കുമ്പോൾ വിനയം കൂടണം, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ വിനയം കൂടണം, അധികാരം ലഭിക്കുമ്പോൾ വിനയം കൂടണം. ജീവിതത്തിൽ അല്ലാഹു നിഅമത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തുകൾക്ക് നന്ദിയുള്ള ഖൽബുമായി നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ് രണ്ടാമത്തെ മേഖല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകൾ അത് നിർവഹിക്കുന്നിടത്ത് വരുത്തുന്ന വീഴ്ചകളാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ നിന്ദ്യത അനുഭവിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അമാനത്തുകളിൽ വീഴ്ച വരുത്തുന്നവർ. എല്ലാം അമാനത്താണ്. അതെ, ഒരു ദഅവാ രംഗത്ത്, ഒരു സംഘടിതമായ പ്രവർത്തനത്തിന്റെ വേദിയിൽ നമ്മൾ അമീറായി നിശ്ചയിച്ചിട്ടുണ്ടാവാം. ഉത്തരവാദിത്വം നൽകി നമ്മൾ ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഒരുപറ്റം ആളുകൾ നമ്മുടെ പള്ളിയുടെ ഭരണം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, നമ്മുടെ സംഘടനകളുടെ ഭരണം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. നാട്ടിൽ അതേ പഞ്ചായത്ത് മെമ്പറായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മേഖലയിൽ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ വീതിയിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ടിടത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടാവാം. അതിലുമപ്പുറം നമ്മുടെ കുടുംബം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ അമാനത്താണ്. ഇങ്ങനെയുള്ള അമാനത്തുകളൊക്കെ നമുക്ക് കിട്ടിയാൽ അതിനോട് യാതൊരു നിലക്കും പരിഗണന നൽകാത്ത ആളുകളുണ്ട്. ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് അതിനോട് യാതൊരു നിലക്കും നീതി കാണിക്കാത്ത ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം പറയാണ്, ഖാല ഖുൽതു, അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചു, അലാ തസ്തഅമിലുനി, റസൂലേ, എനിക്ക് നിങ്ങൾ ചുമതലകളൊന്നും തരുന്നില്ലല്ലോ. ദഅവത്തിന്റെ ചുമതലകൾ, അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോഴുള്ള ചുമതലകൾ, ഇതൊന്നും നിങ്ങൾ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിക്കുകയാണ്. ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളറബ ബിയദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ തട്ടി, അലാ മൻകിബി, അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ചുമലിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ട് ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട്, സുമ്മ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, ഇന്നക ലഈഫുൻ, നീ ദുർബലനാണ് അബൂദർ, നീ ദുർബലനാണ്. വഇന്നഹാ അമാന, ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് അമാനത്താണ്. ആ അമാനത്തിനെ, ആ ഉത്തരവാദിത്തങ്ങളെ, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയുൻ വനദാമത്തുൻ ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ വഅദ്ദ അല്ലദീ അലൈഹി ബിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പദവിയും സ്ഥാനങ്ങളും ഒരാൾക്ക് കിട്ടി. ഒരാളെ ആളുകളൊക്കെ കൂടി ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നിരുത്തി, ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തി, അതേ ഒരു ഭരണം, ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ചു. അർഹമായ രൂപത്തിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ലെങ്കിൽ അബൂദർറെ, പരലോകത്തവർ നിന്ദ്യത അനുഭവിക്കേണ്ടി വരും. ഉത്തരവാദിത്തങ്ങളിൽ കൃത്യമായ നിലപാടുകൾ കാത്തു സൂക്ഷിക്കാത്ത ആളുകൾ, അവഗണന കാണിക്കുന്ന ആളുകൾ, നിന്ദ്യതയും ഖേദവും അവർ അനുഭവിക്കേണ്ടി വരും നാളെ പരലോകത്ത് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കുടുംബം, നമ്മളെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ മഹല്ലിന്റെ ഭരണം,
പള്ളികളുടെ ഭരണം, മദ്രസകളുടെ ഭരണം, നമ്മൾ ഏറ്റിട്ടുള്ള സ്ഥാനങ്ങൾ, ഇതൊക്കെ നിർവഹിക്കുന്നിടത്ത് റബ്ബിനെ സാക്ഷി നിർത്തി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ വഞ്ചന കാണിച്ച് അതിൽ പരിഗണന നൽകാതെ യാതൊരു നിലക്കും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുറങ്കാലുകൊണ്ട് തട്ടി നടക്കുന്നവരുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിന്ദ്യതയാണ് അവർക്ക് ലഭിക്കുക എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹദീസാണ്. അതുകൊണ്ട് സൂക്ഷ്മത കൈവരിക്കേണ്ട മേഖല. രണ്ടാമത്തെ വിഷയം, അമാനത്തുകളിൽ അവഗണന കാണിക്കുന്ന ആളുകൾ നിന്ദ്യരായി നാളെ പരലോകത്ത് വരുമെന്നാണ്. മൂന്നാമത്തെ വിഭാഗം ദ്വിമുഖന്മാർ, ഇരട്ട മുഖമുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു കക്ഷിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു മുഖം കൊണ്ട് ചെല്ലുന്നവർ, മറ്റൊരു കക്ഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റൊരു മുഖവുമായി ചെല്ലുന്നവർ. ഇങ്ങനെയുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കുറച്ച് ആളുകൾ ചെന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇബ്നു ഉമറിനോട്, ഇബ്നു ഉമറെ, ഞങ്ങളുടെ കൂട്ടത്തിലെ സുൽത്താൻമാരുടെ അടുക്കൽ ചെല്ലുമ്പോ, ആ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ഓലടുത്തേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോ ഞങ്ങളെ സ്വഭാവത്തിലും ഞങ്ങളുടെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. എന്നാൽ പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴോ അപ്പൊ ഞങ്ങൾ ജനങ്ങളോടെത്തുമ്പോൾ ഞങ്ങൾ വേറൊരു സ്വഭാവത്തിലായിരിക്കും. രാജാവിന്റെ അടുത്തെത്തുമ്പോൾ ഒരു സ്വഭാവം, പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു സ്വഭാവത്തിലുമാണ് ഞങ്ങളുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവല് എന്ന് പറഞ്ഞ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല കുന്നാ നുഅദ്ദുഹാ നിഫാഖാ, ഞങ്ങളുടെ കാലത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങളെ നിഫാഖിന്റെ ഗണത്തിലാണ് ഞങ്ങൾ എണ്ണിയത്. കപടന്മാരാണവർ, മുനാഫിക്കുകളാണവർ. രണ്ട് മുഖം കൊണ്ട് സംസാരിക്കുന്ന, രണ്ട് രൂപത്തിൽ ആളുകളുമായി ഇടപഴകുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, തജുദു മിൻ ശർരിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ തജുദു മിൻ ശർരിന്നാസ് യൗമൽ ഖിയാമ ഇൻദല്ലാഹ് ദൽ വജ്ഹൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, രണ്ട് മുഖം കൊണ്ട് നടക്കുന്ന ആളുകൾ പരലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടന്മാരും നിന്ദ്യന്മാരുമായി വരുന്ന രണ്ട് മുഖം കൊണ്ട് നടക്കുന്ന ആളുകളെ നിനക്ക് പരലോകത്ത് കാണാം. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വയഅതി ഹഉലാഇ ബിവജ്ഹിൻ. ഒരു വിഭാഗത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം, ഒരു സ്വഭാവത്തിൽ അവർ സംസാരിക്കും, ഒരു മുഖം കൊണ്ട് അവർ സംസാരിക്കും. മറ്റൊരു വിഭാഗത്തിന്റെ അടുത്തെത്തുമ്പോൾ അവർ വേറൊരു മുഖം കൊണ്ട് സംസാരിക്കും. ഇങ്ങനെ പരസ്പരം ചാരപ്പണികളും ഇരട്ട മുഖവുമായി നടക്കുന്ന മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവർ നിന്ദ്യരായി പരലോകത്ത് വരുമെന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു വജ്ഹാനി ഫി الدنيا كان له يوم القيامة لسانان من النار. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ്. ഭൂമിയിൽ ദുനിയാവിൽ ഇരട്ട മുഖവുമായി നടന്ന ആളുകൾ, രണ്ട് കോലത്തിൽ ആളുകളുമായി നടന്ന ആളുകളുണ്ട്. ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ രണ്ട് മുഖം കാണിച്ച് നടക്കുന്ന ആളുകൾ, അങ്ങനെ നടക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് കൊണ്ടുവരും. എങ്ങനെ? ലിസാനാൻ, രണ്ട് നാവുകളാണ്. രണ്ട് നാവുകൾ മിനന്നാർ, തീ കൊണ്ടുള്ള രണ്ട് നാവുകളെ അല്ലാഹു അവർക്ക് നൽകും. ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് അബൂദാവൂദിലെ 4873 നമ്പർ ഹദീസാണ്. മഹാനായ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ളവർ ഹസനാണെന്ന് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇരട്ട നാവ്, രണ്ട് നാവ് നൽകും, തീനെ കൊണ്ടുള്ള രണ്ട് നാവ് നൽകിയിട്ട് ആ വിഭാഗത്തെ പരലോകത്ത് കൊണ്ടുവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും അത്തരം ചാരപ്പണികളും അത്തരം നാടുകളിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങളൊക്കെ വെച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് കുടുംബത്തിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, മഹല്ലുകളിലായാലും ശരി, അങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊന്നും നമ്മൾ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും ഒരു വ്യക്തിത്വം നമുക്കുണ്ടാവണം. ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.
നൽകട്ടെ. സഹോദരങ്ങളെ, നാലാമത്തൊരു വിഭാഗം അവരാരാണെന്നറിയുമോ? പുണ്യം ലഭിക്കുന്ന കാര്യമാണ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ശിക്ഷയുടെ മേഖലയും ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്നിലധികം വിവാഹം കഴിച്ച ആളുകൾ, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ച ആളുകൾ, അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതൊരിക്കലും ഇസ്ലാം വെറുത്തതോ ഇസ്ലാം അകറ്റിയതോ ഒന്നുമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇസ്ലാം ഹലാലാക്കി ഒന്നിനെ ഹറാമാക്കാൻ നമുക്കാർക്കും അവകാശമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് 2 വിവാഹം ചെയ്യുന്ന, 3 വിവാഹം ചെയ്യുന്ന, 4 വിവാഹം ചെയ്യുന്ന ആളുകളൊക്കെ, പല ആളുകളും, എല്ലാവരും അല്ല, പല ആളുകളും സഹോദരങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ച, ഒരു ഭാര്യയിലേക്ക് തിരിയുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല കുടുംബങ്ങളിലുണ്ട്. അതിന്റെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കൺമുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൻ തസ്തതീഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 129ാമത്തെ വചനമാണ്. അതെ, പുണ്യമുള്ള കാര്യം. ഒരു പെണ്ണിന് സുരക്ഷിതത്വമായി, സംരക്ഷണമായി, വലയമായി ഒരു പുരുഷൻ മാറുക, അതിനുവേണ്ടി അവളെ വിവാഹം ചെയ്യുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നരകം വാങ്ങാനുള്ള ഒരു കാര്യമായി മാറരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ 2 എത്ര തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും ശരി, ഭാര്യമാർക്കിടയിൽ തുല്യ നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാചകം അതാണ്. നിങ്ങൾക്ക് കഴിയില്ല. കാരണം ശരീരപ്രകൃതി കൊണ്ട്, ശാരീരികമായ ആരോഗ്യം കൊണ്ട് സ്ത്രീകൾക്ക് വ്യത്യാസം ഉണ്ടാവും, മാനസികമായ അടുപ്പം കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുപോലെ എല്ലാ സ്ത്രീകളുമായും 4 വിവാഹം കഴിച്ചാൽ 4 ആളുകളുമായും ഒരേപോലെ നിൽക്കാൻ പറ്റും, സ്നേഹത്തിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വിവരിച്ചു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തുടർന്നു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ഫലാ തമീലു കുല്ലൽ മൈൽ, നിങ്ങൾ ഒരാളിലേക്ക് മാത്രം നിങ്ങൾ ചാഞ്ഞു പോകരുത്. സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂല എന്ന് വന്നേക്കാം, സ്നേഹം നിങ്ങൾക്ക് ഒരുപോലെ തുല്യമായി വീതിക്കാൻ പറ്റൂല എന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ ഒരാളിലേക്ക് മാത്രം നിങ്ങൾ ചാഞ്ഞു പോകരുത്. അങ്ങനെ നിങ്ങൾ ചാഞ്ഞു പോയാൽ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്താ, നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്താ? പരിശുദ്ധ ഖുർആൻ വ്യക്തമായ രൂപത്തിൽ നമ്മളോട് പറഞ്ഞു, ഫതദറുഹാ കൽ മുഅല്ലഖ. ഒരു പെണ്ണിലേക്ക് മാത്രം ചാഞ്ഞ് മറ്റവളെ നിങ്ങൾ കെട്ടിയിട്ടതുപോലെ ആക്കി മാറ്റരുത്. ഒന്നുമില്ലാത്ത മട്ടിൽ കെട്ടിയിട്ട പോലെ നിങ്ങൾ അവളെ മാറ്റരുത് എന്നാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ തുസ്ലിഹൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കണം, നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ നന്നാക്കണം, പെരുമാറ്റം നിങ്ങൾ നന്നാക്കി തീർക്കണം. വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയും വേണേ. അള്ളാനെ ഭയന്നുകൊണ്ട് ഏറ്റവും നല്ല പെരുമാറ്റമായി നിങ്ങളുടെ പെരുമാറ്റത്തെ നിങ്ങൾ മാറ്റണം. വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നിടത്ത് നീതി കാണിക്കണം, ഭക്ഷണം കൊടുക്കുന്നിടത്ത് നീതി കാണിക്കണം, കിടപ്പറ പങ്കിടുന്നിടത്ത് നീതി കാണിക്കണം. സഹോദരങ്ങളെ, അവർക്കുള്ള ദിവസങ്ങൾ ഓഹരി വെക്കുന്നിടത്ത് നിങ്ങൾ നീതി കാണിക്കണം. ഇങ്ങനെയുള്ള നീതിയോടുകൂടിയാവണം നിങ്ങൾ അതിനെ കൊണ്ടു നടക്കേണ്ടത്. എന്നിട്ട് അതിൽ വരുന്ന ഇത്തരം ഈ സ്നേഹത്തിന്റെ വിഷയത്തിലുള്ള വീഴ്ച പറഞ്ഞല്ലോ, സ്നേഹത്തിന്റെ വിഷയത്തിലുള്ള കാര്യത്തിൽ കനല്ലാഹു ഗഫൂറർ റഹീമാ, അത്തരം ചെറിയ രൂപത്തിലുള്ളതല്ല പുറത്തു തന്നേക്കാം. പക്ഷേ വളരെ ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയം, ഒരാളിലേക്ക് ചായുന്ന പ്രവണതയാണ് ഉള്ളതെങ്കിൽ, ഒരു ഭാര്യയെ മാത്രം പരിഗണിച്ച് മറ്റുള്ളവളെ കെട്ടിയിട്ടിട്ട് അവൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാന ഇൻദർ റജുലു ഇംറഅതാനി ഫലം യഅദിൽ ബൈനഹുമാ ജാഅ യൗമൽ ഖിയാമത്തി വശഖ്ഖുഹു. നോക്കൂ നിങ്ങൾ, വശഖ്ഖുഹു സാഖിത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 2 കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന, ഒരു ഭാര്യയിലേക്ക് ഇങ്ങനെ അവൾക്ക് പരിഗണനയ്ക്ക് കൊടുത്ത് അവളിലേക്ക് ഇങ്ങനെ
ചാഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്തവർ വരും ഒരു ഭാഗമില്ലാത്തവരായിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാഗം ഇല്ലാത്തവരായിട്ട്, അല്ലേ? വിവാഹം കഴിക്കാനൊക്കെ എളുപ്പമാണ്, പിന്നെ കൊണ്ട് നടക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ഭാരിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്ന രൂപത്തിലാവരുത്. ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ചൊരു കാര്യത്തെ നരകം വാങ്ങാനുള്ള ഒരു അവസ്ഥയായി അതിനെ നമ്മൾ മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്റെ സാമ്പത്തിക ശേഷിയും എന്റെ ശാരീരിക അവസ്ഥയും എന്റെ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളും എനിക്ക് ശരിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ പോയി രണ്ടാമത്തെ കല്യാണം കഴിച്ച് എന്താ ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ കുടുംബത്തിനെ സംബന്ധിച്ച് നമുക്കറിഞ്ഞിട്ടും നമ്മൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആ നമുക്ക് പുണ്യമായി നമ്മൾ കരുതിയ ഒരു സംഭവം നമുക്ക് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന പരലോകത്ത് നിന്യത അനുഭവിക്കേണ്ടി വരും. മറ്റൊരു ഹദീസിൽ കാണാം, മൻകാനലഹു ഇംറഅതാനി, മൻകാനത്തിലഹു ഇംറഅതാൻ, രണ്ട് പെണ്ണിനെ വിവാഹം കഴിച്ചു, രണ്ട് ഭാര്യമാരൊരാൾക്കുണ്ട്. ഫമാല ഇലാ അഹദുഹുമാ ഇലാ ഇഹ്ദാഹുമാ ജാഅ യൗമൽ ഖിയാമ വശിഖ്ഖുഹു മാഇലുൻ. നാളെ പരലോകത്തവർ വരും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞവരായി, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നവരായി നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ആളുകൾ കടന്നു വരുമെന്നാണ്. സഹോദരങ്ങളെ, അപ്പോ ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ട മേഖലകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളാണ്. ഇനിയും സഹോദരങ്ങളെ, ചില സ്വഭാവങ്ങൾ ഉള്ള ആളുകളുണ്ട്. ആ സ്വഭാവക്കാരെ ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയത്തെ നമ്മൾ മുന്നിൽ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നൊരു വിഷയം, അഹങ്കാരികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് നിന്ദ്യത അനുഭവിക്കും. ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ ആ റബ്ബിന്റെ കോടതിയിൽ അവർ നിന്ദ്യത അനുഭവിക്കും. ഇരട്ട മുഖവുമായി നടക്കുന്ന ആളുകൾ അവർ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നിന്ദ്യത അനുഭവിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഭാര്യമാർക്കിടയിൽ അനീതി കാണിക്കുന്ന ആളുകൾ അവരും റബ്ബിന്റെ കോടതിയിൽ നിന്ദ്യത അനുഭവിക്കുന്നവരായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരലോകത്ത് നിന്ദ്യരായി മാറുന്ന ആളുകൾ അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ നിന്ദ്യത അനുഭവി, ഭൂമിയിലെ ഒരു ചെറിയ നിന്ദ്യത പോലും സഹിക്കാനാവാത്ത മനുഷ്യർ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കലെത്തുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കാതിരിക്കുന്ന നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുന്നൊരു ദിവസം ആയി ആ ദിവസം മാറുമ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ജീവിതത്തിൽ യോജിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളിലേക്കാണ് നമ്മുടെ കാൽവെപ്പെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം അല്ലാ, നീ എന്നെ അപമാനത്തിലാക്കരുതേ അല്ലാ, എന്നെ നീ അപമാനത്തിലാക്കരുത് റബ്ബേ. 26-ാമത്തെ അധ്യായം 87-ാമത്തെ വചനമാണ്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബുദ്ധിമാന്മാരായ ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദ്യനാക്കി കഴിഞ്ഞു. ഒരാൾ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് തന്നെ നിന്ദ്യതയാണ്. ആ നിന്ദ്യനായി അവൻ മാറിക്കഴിഞ്ഞു. വമാ ലിൽസാലിമീന മിൻ അൻസാർ. അക്രമകാരികൾക്ക് നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അക്രമകാരികൾക്ക് സഹായികളായി ആരുമില്ലതാനും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന റബ്ബ് പഠിപ്പിക്കാൻ. ഒരു പ്രാർത്ഥന എന്താ? പരലോകത്ത് നിന്ദ്യത അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. ഒരാൾ നരകത്തിലേക്ക് എറിയുന്നത് തന്നെ അല്ലാഹുവേ നിന്ദ്യതയാണ്. ആ നിന്ദ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ഒരു സഹായികളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ജീവിതത്തെ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കുക. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 3-ാമത്തെ അധ്യായം 192-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥന,
അതേപോലെ പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 194-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, റബ്ബനാ ആതിനാ റബ്ബനാ വഅത്തനാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. റബ്ബിനോട് നിരന്തരം ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ദൂതന്മാർ മുഖേന നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ള വാഗ്ദാനം, നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്ദ്യത വരുത്താതിരിക്കുകയും ചെയ്യണമേ റബ്ബേ. നീ വാഗ്ദാനം ചെയ്ത സ്വർഗം, പ്രവാചകന്മാർ മുഖേന നീ വാഗ്ദാനം ചെയ്ത സ്വർഗം, ആ സ്ഥാനം ഞങ്ങൾക്ക് നീ തരണം. അല്ലാ, നിന്ദ്യത അനുഭവിക്കുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണം. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം ഒരു 60-70 കൊല്ലക്കാലം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു അതിനപ്പുറം നീട്ടിത്തരുന്ന ഒരു ആയുഷ്കാലം വരെ ഇവിടെ ശാശ്വതമല്ല. ശാശ്വതമായി ജീവിക്കേണ്ടത് പരലോകത്താണ്. അത് ഹക്കാണ്. ഉറക്കത്തിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറയുന്ന വാക്ക്, അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ആയിഷ, സ്വർഗം സത്യാനിട്ടോ നരകം സത്യാനിട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലളഹിബ്തും ഖലീലാ വലബഖൈതും കസീറാ. സ്വഹാബികളെ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, പരലോകത്തെ ശിക്ഷയെക്കുറിച്ച്, അദാബിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിബ്തും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങളുടെ ആഹ്ലാദങ്ങൾ കുറയും, നിങ്ങളുടെ ആഡംബര ജീവിതങ്ങൾക്ക് കുറവ് വരും. വലബഖൈതും കസീറാ, അല്ലാഹുവിനെ ഓർത്ത് നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന്, നരകത്തിന്റെ ഭയാനകതയോർത്ത് നിങ്ങൾ കരയുമായിരുന്നു എന്ന്, പരലോകത്തെ നിന്ദ്യതയോർത്ത് നിങ്ങൾ കരയുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം വേണം. അല്ലാഹ് കൽപ്പിച്ച നിയമങ്ങളും നിബന്ധനകളൊക്കെ വ്യക്തമായ രൂപത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാളെ പരലോകത്ത് നിന്ദ്യത അനുഭവിക്കുന്നവരായി മാറാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൈവരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഷിഫാ ഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ എരിവിരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് നിന്ദ്യത അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.